അധ്യാപനവും സാമൂഹിക ഇടപെടലുകളും എങ്ങനെ ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് സിജി ഡിവിഷൻ പ്രോഗ്രാമിൽ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയനായ അമീൻ കാരക്കുന്ന് സർ. അക്ഷരങ്ങളുടെ ലോകത്ത് കവിയായും സിനിമകളിൽ ജനപ്രിയ ഗാനങ്ങൾ എഴുതിയ ഗാനരചയിതാവായും അദ്ദേഹം നമ്മെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. മോമോ ഇൻ ദുബായ്, ആകാശം കടന്ന് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം എഴുതിയ വരികൾ വൈക്കം വിജയലക്ഷ്മി, സിതാര കൃഷ്ണകുമാർ, നിത്യ മാമൻ തുടങ്ങിയ പ്രിയ ഗായകരിലൂടെ മലയാളികളുടെ നെഞ്ചിൽ പതിഞ്ഞവയാണ്. വെള്ളിത്തിരയിൽ വരികൾ എഴുതുക മാത്രമല്ല, ഹലാൽ ലവ് സ്റ്റോറി, ആകാശം കടന്ന് എന്നീ ചിത്രങ്ങളിലൂടെ മികച്ചൊരു അഭിനേതാവാണെന്നും അദ്ദേഹം തെളിയിച്ചു. അധ്യാപന രംഗത്തും നാടകവേദികളിലും കുട്ടികളുടെ സർഗാത്മക ശേഷി വളർത്തുന്നതിലും ഒരുപോലെ സജീവമായ അദ്ദേഹം ലൈഫ് കോച്ച് മഞ്ചേരിയുടെ ചീഫ് ട്രെയിനർ കൂടിയാണ്. ഇന്ന് ആർട്ട് ഓഫ് ഇന്റർവെൻഷൻ അഥവാ ഇടപെടലുകളുടെ കല എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കലയെയും ജീവിതത്തെയും അത്രമേൽ ആഴത്തിൽ തൊട്ടറിഞ്ഞ ഈ വ്യക്തിത്വത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഒരു ട്രെയിനർ എന്നതിലുപരി മികച്ചൊരു വഴികാട്ടിയായി കിട്ടിയതിന്റെ സന്തോഷം അറിയിക്കട്ടെ. പ്രിയപ്പെട്ട അമീൻ സാറിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഡിവിഷൻ പ്രോഗ്രാമിന്റെ 247ാമത്തെ സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിന്റെ സർഗാത്മകതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ശക്തിയായി മാറിയ ശ്രോതാക്കളെയും ഡിവിഷൻ ടീം അംഗങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം അരുളിക്കൊണ്ട് സുഹൃത്തു കൂടിയായ അമീൻ സാറിനെ ക്ഷണിക്കട്ടെ. സർ പ്ലീസ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുകയാണ്. ഈ പ്രോഗ്രാമിൽ മുമ്പൊരിക്കൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതിൽ ഒരു കുറച്ച് അധികം മുൻപ് ആണ്. ഇപ്പോഴും ഒരിക്കൽ നല്ലൊരു ക്ലാസ് കേട്ടതിൻ്റെ എനർജി കൂടി എനിക്ക് ഇതിൽ ഉണ്ട്. ഇതിലെ പല ആളുകളെയും നേരിട്ട് പരിചയമുള്ള ആളുകൾ കൂടിയാണ് എന്നുള്ള വലിയൊരു സന്തോഷം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. സ്ഥിരമായി എല്ലാ ദിവസവും ഇങ്ങനെ മോർണിംഗിൽ ഇങ്ങനെ ഒരു സെഷൻ വെച്ച് അതിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കണ്ടിന്യൂറ്റി കൂടിയാണ്. ഒരു സന്തോഷം അറിയിക്കുകയാണ്. ഏതായിരുന്നാലും ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ഫെമിനത്ത വഴിയാണ് ഞാനിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ ജംഷീർക്ക്, അങ്ങനെ ഒരുപാട് ആളുകൾ പരിചയമുള്ളവരുണ്ട്. എല്ലാവർക്കും സ്നേഹം അറിയിക്കുക. അധികമൊന്നും വൈകിക്കാതെ ഞാൻ എൻ്റെ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നിങ്ങളോട് ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് ഒരു ചെറിയൊരു കഥയുടെ ഭാഗം. വീരാൻകുട്ടി മാഷിന്റെ ഒരു കവിതയാണ് യഥാർത്ഥത്തിൽ. അത് കഥയല്ല, കവിതയാണ് വീരാൻകുട്ടി മാഷിന്റെ. വളരെ ഒരു ഹ്രസ്വമായ വരികളിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് കവി വീരാൻകുട്ടി മാഷ്. വീരാൻകുട്ടി മാഷിന്റെ ഒരു കവിത, അതില് അദ്ദേഹം 3 ആളുകൾ വിജ്ഞാനം നേടാൻ വേണ്ടി 3 ആളുകൾ ഗുരുവിന്റെ അടുത്തേക്ക് എത്തുന്നു. അപ്പോ ഒന്നാമത്തെ ആളോട് എല്ലാവരെയും ഗുരു സ്വീകരിച്ച് അവിടെ ഇരുത്തിയതിന് ശേഷം 3 ആളുകൾക്കും ഒരു ടാസ്ക് ഗുരു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ആദ്യമായി തരുന്ന വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ആളോട് പറയണം, നമ്മൾ ഈ ഇരിക്കുന്ന ഈ ആശ്രമത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഇരിക്കുന്ന ഈ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്തൊരു അരുവിയുണ്ട്, മനോഹരമായ ഒരു അരുവിയുണ്ട്. ആ അരുവിയിൽ പോയിട്ട് കുളിച്ചു വരണം എന്ന് പറയാം. അങ്ങനെ അയാളെ പറഞ്ഞയച്ചു. രണ്ടാമത്തെ ആളെ വിളിക്കുന്നു. രണ്ടാമത്തെ ആളോട് പറഞ്ഞു, നമ്മൾ ഈ ഇരിക്കുന്ന ഈ വീടിന്റെ തൊട്ട് പിൻഭാഗത്തായിട്ട് ഒരു ഡെൻസ് ഫോറസ്റ്റ് ആണ്, വലിയൊരു കാടാണ്. ഈ കാട് നിങ്ങളൊന്ന് സന്ദർശിച്ചു വരണം. അപകടകരമല്ലാത്ത രൂപത്തിൽ നിങ്ങൾ അതിനെ ഒന്ന് സന്ദർശിച്ചു വരണം എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തെയും പറഞ്ഞേക്കുന്നു. മൂന്നാമത്തെ ആളോട് പറഞ്ഞു, നമ്മൾ ഈ ഇരിക്കുന്ന ഹാളിന്റെ തൊട്ടപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ട്. ഈ ബെഡ്റൂമിൽ പോയിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങി തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ 3 പേർക്കും ടാസ്കുകളൊക്കെ കൊടുത്തതിന് ശേഷം ഇവർ 3 പേരും പിരിയുന്നു. പിറ്റേ ദിവസം പുലർച്ചെ ഗുരുവിന്റെ അടുത്തേക്ക് ഇവർ 3 പേരും എത്തുക. 3 പേരും എത്തിയിട്ട് പറഞ്ഞു, ഗുരു, നിങ്ങൾ പറഞ്ഞതെല്ലാം വൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ടാസ്കുകളൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, വളരെ സന്തോഷം. ഒന്നാമത്തെ ആളോട് വിളിച്ചിട്ട് ചോദിച്ചു, ഒന്നാമത്തെ ആളോട് പറഞ്ഞിരുന്നത് അരുവിയിൽ പോയി കുളിച്ചു വരാനായിരുന്നു. നിങ്ങൾ അവിടെ പോയി വന്നപ്പോൾ
നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മയിലുള്ള ഒരു ഒരു ശബ്ദം എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കവിത വായിച്ചിട്ടുണ്ടാവാം. അപ്പോ അയാള് കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം ഗുരു, എന്നോട് ക്ഷമിക്കണം. കേൾക്കുന്നുണ്ടല്ലേ? എന്നോട് ക്ഷമിക്കണം ഗുരു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മിച്ചു വെക്കാൻ പറ്റിയ ശബ്ദങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ആ അരുവിയിൽ പോയത് മുതൽ കളകളാരമൊഴുകുന്ന കളകള കളകള എന്നുള്ള ആ അരുവിയുടെ ശബ്ദമല്ലാതെ ഒന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. മാത്രമല്ല, അതിനപ്പുറത്തൊരു ശബ്ദം എനിക്ക് ഓർത്തെടുത്ത് പറയാൻ കഴിയുന്നില്ല. എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, ഓക്കെ, സാരമില്ല, പോട്ടെ. രണ്ടാമത്തെ ആളെ വിളിച്ചു. രണ്ടാമത്തെ ആളോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ ആ കാടൊന്ന് സന്ദർശിച്ച് വരണം എന്നായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ആള് വന്നിട്ട് കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, ഗുരു, എന്നോട് ക്ഷമിക്കണം. ഞാന് കാടിന്റെ അതിർത്തി കടന്നത് മുതൽ, കാട്ടിലേക്ക് എത്തുന്നത് മുതൽ ചീവീടിന്റെ അസഹ്യമായ ശബ്ദം എൻ്റെ കാതിൽ ഇങ്ങനെ അലയടിച്ചതുകൊണ്ട് മറ്റു പ്രത്യേക ശബ്ദങ്ങളൊന്നും എനിക്ക് ഓർമ്മയിലില്ല. അതുകൊണ്ട് എനിക്കൊന്നും ഓർത്തെടുത്ത് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, ഓക്കെ, സാരമില്ല, പോട്ടെ. മൂന്നാമത്തെ ആളെ വിളിച്ചു. ഏറ്റവും സിമ്പിളായ ടാസ്ക് എനിക്ക് തോന്നുന്നു അയാൾക്കാണ് കൊടുത്തത്. കാരണം തൊട്ടപ്പുറത്തെ മുറിയിൽ പോയിട്ട്, ബെഡ്റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി തിരിച്ചു വരിക എന്നാണ്, സുഖമായിട്ട് ഉറങ്ങുക എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പം മൂന്നാമത്തെ ആൾ വന്നു. മൂന്നാമത്തെ ആളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റിയ എന്തെങ്കിലും ശബ്ദമുണ്ടോ എന്ന് ചോദിക്കട്ടെ. അപ്പം അദ്ദേഹം ഇങ്ങനെ കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഉണ്ട് ഗുരു. ഏറ്റവും സംഗീതാത്മകമായ ഒരു ശബ്ദം കേട്ടതിന് ശേഷമാണ് ഞാൻ ഇന്നലെ ആ ആ അത് ആസ്വദിച്ചുകൊണ്ടാണ് ഞാൻ ഉറങ്ങിയത്. ഏറ്റവും സംഗീതാത്മകമായ ഒരു ശബ്ദം ആസ്വദിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത് എന്ന് പറഞ്ഞു. ഗുരു ഇന്നിങ്ങനെ ആലോചിച്ചു, അങ്ങനെ കേൾക്കാൻ അവിടെ എന്താണ്, അവിടെ സംഗീതോപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലല്ലോ എന്നാലോചിച്ചു. ഗുരു ആ മുറിയിൽ ജസ്റ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്യുകയുണ്ടായി. അത് ഒന്നും വേറൊരു സംഗീത ഉപകരണങ്ങളും അവിടെ കണ്ടില്ല. പക്ഷെ അവിടെ തിരിച്ചു പോരുമ്പോൾ ചുമരിൽ ഒരു ക്ലോക്ക് കണ്ടു. ഈ ക്ലോക്ക് കണ്ട ഉടനെ ഗുരു അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും പുഞ്ചിരിയോടുകൂടി ചേർത്ത് പിടിക്കുകയും ചെയ്തു. മറ്റുള്ളവർ രണ്ടുപേരോടും എനിക്ക് ചോദിക്കാനുള്ളത്, രണ്ടുപേരോടും ഓക്കെ, സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞ ഗുരു ഇദ്ദേഹത്തെ, മൂന്നാമത്തെ ആളെ, പുഞ്ചിരിയോടുകൂടി ചേർത്ത് വെച്ചു എന്നതാണ്. അപ്പോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ രണ്ടുപേരോടും ഇല്ലാത്ത ഒരു സമീപനം ഗുരു ഇദ്ദേഹത്തോട് സ്വീകരിച്ചത് എന്നാണ്. അപ്പോ നമുക്ക് അതിനെ വായിക്കാൻ പറ്റും. ഇതൊരു കവിതയാണെങ്കിൽ കൂടി അതിനെ നമുക്ക് വായിക്കാൻ പറ്റും. ഒന്നാമത്തെ ആൾക്ക് വേണമെങ്കിൽ എന്ത് പറയാമായിരുന്നു, ഞാൻ അവിടെ അരുവിയുടെ കളകളാര ശബ്ദം എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട് ഗുരു, അതെനിക്ക് ഓർക്കാൻ ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു ശബ്ദമാണ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം ആലോചിച്ചത്, ഗുരു പറഞ്ഞതല്ലേ, കുറെ കൂടി എക്സ്ട്രാ ഓർഡിനറി ആയ എന്തെങ്കിലും ആയിരിക്കും ഗുരു പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ധാരണയിൽ ഈ സാധാരണ സാധനത്തെ അദ്ദേഹം തള്ളിക്കളഞ്ഞുകൊണ്ട് ഒന്നും ഓർമ്മയിലില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ ആളും അതുപോലെ ചീവീടിന്റെ ശബ്ദത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഓർമ്മയിലില്ല, ഇത് ശല്യമായി തോന്നി, അതുകൊണ്ട് തന്നെ മറ്റൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആൾക്ക് വേണമെങ്കിൽ ഒരു ശബ്ദവുമില്ല എന്ന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് വളരെ സംഗീതാത്മകമായ ഒരു ശബ്ദത്തിലൂടെയാണ് ഗുരു ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ മൂന്നാമത്തെ ആൾക്ക് ശബ്ദം കേൾക്കാനുള്ള എല്ലാ സാധ്യതകളും കുറവാണ്. വളരെ കുറഞ്ഞ സാധ്യതകളിലൂടെയാണ് അദ്ദേഹം കിടന്നുറങ്ങുന്നത്. ആ കുറഞ്ഞ സാധ്യതകളിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു ശബ്ദം ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയുടെ ശബ്ദമാണ്. ടിക് 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 എന്ന് പറയുന്ന ഈ ശബ്ദത്തിലാണ് അദ്ദേഹം താളം കണ്ടെത്തിയത്. അദ്ദേഹം പറയുന്നുണ്ട്, വളരെ സംഗീതാത്മകമായ ഒരു ശബ്ദം കേട്ടിട്ടാണ് ഗുരു ഞാൻ ഇന്നലെ സുഖമായി കിടന്നുറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്, കവി എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ അപ്പുറത്ത് നമുക്ക് വായിക്കാലോ. കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഓരോ വായനക്കാരനും കൃത്യമായി അതിനെ വായിക്കാൻ പറ്റും. കവിക്ക് ആ മൂന്നാമത്തെ ആള്
ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഞാൻ ഏറ്റവും സംഗീതാത്മകമായ ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ അതിലൊരു മനോഹാരിത അയാൾ കണ്ടെത്തുന്നു. അതിലൊരു സംഗീതം അയാൾ കണ്ടെത്തുന്നു. എന്നാൽ ഒരു സാധ്യതയുമില്ലാത്ത സെക്കൻഡ് സൂചിയുടെ ശബ്ദം മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷെ ആ ശബ്ദത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആ ശബ്ദത്തിന്റെ താളം തെറ്റാൻ സാധ്യതയില്ല. എപ്പോഴാണോ ശബ്ദത്തിന്റെ താളം തെറ്റുന്നത്, അപ്പൊ അവിടെ സമയം തെറ്റാനൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഗുരു അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം മിക്കവാറും എന്താവാമെന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒന്ന്, ഏറ്റവും സാധ്യതയുള്ള ഒന്ന്, ഏറ്റവും കുറഞ്ഞ സാധ്യതയിൽ അവിടെ ഒരു ക്രിയേറ്റീവായ ഒരു പോയിന്റിനെ കണ്ടെത്തി അതിനെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നാണ്. നമ്മുടെയൊക്കെ ജീവിതം വളരെ ഹ്രസ്വമാണ്, വളരെ നൈമിഷികമാണ്. ഒരു കവിയുടെ വാക്കുണ്ടല്ലോ, നമ്മൾ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുന്ന വരികൾ ഓർമ്മയില്ല. കണ്ണടച്ച് തീർക്കാൻ പോലും നമുക്ക് കഴിയാത്തത്രയും ഒരുപാട് കാലം എന്നും ആവുന്നതിരിക്കട്ടെ, കണ്ണൊന്നടച്ചു മിഴിക്കൂല, സർവ നിയന്താവിൻ സമ്മതമില്ലാതെ കണ്ടാലും ശ്വാസം വലിക്കൂല, എന്നും ആവുന്നതിരിക്കട്ടെ, കണ്ണൊന്നടച്ചു മിഴിക്കൂല, സർവ നിയന്താവിൻ സമ്മതമില്ലാതെ കണ്ടാലും ശ്വാസം വലിക്കൂല. നമ്മള് എന്നും ഇവിടെ ആകുന്നത് പോട്ടെ, ഒന്ന് കണ്ണടച്ച് തുറക്കാൻ പോലും സാധ്യതയില്ലാത്ത അത്ര പോലും സമയം, കുറഞ്ഞ സമയത്ത് മാത്രം ജീവിക്കുന്ന ഹ്രസ്വമായ ജീവിത സമയം ഇവിടെ അനുവദിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മളൊക്കെ. ഈ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ എങ്ങനെ ഇടപെടുന്നു. നമ്മുടെ ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് ഇന്റർവെൻഷൻ എന്നാണ്. ആർട്ട് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് പറയുമ്പോൾ, ആർട്ട് എന്താണ് എന്നൊരാളോട് ചോദിച്ചാൽ നമ്മൾക്ക് എപ്പോഴും മനസ്സിൽ വരിക എപ്പോഴും സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഏതോ ഒരു ഐറ്റത്തെ കുറിച്ചായിരിക്കും. ഒന്നില്ലെങ്കിൽ കഥകളിയാവാം, അതല്ലെങ്കിൽ കുച്ചിപ്പുടിയാകാം, അല്ലെങ്കിൽ മോഹിനിയാട്ടമാകാം, അല്ലെങ്കിൽ പാട്ടാവാം, പ്രസംഗമാകാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു കലാ രൂപത്തെക്കുറിച്ചായിരിക്കും നമുക്കതിനെ ഓർമ്മയിൽ ഉണ്ടാവുക. പക്ഷെ ആർട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് മറ്റൊരു തലത്തിൽ നമുക്ക് ആലോചിച്ചാൽ, രസകരമായി നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ, ആർട്ടിന് വേറൊരു ഒരു ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുക. ഞാൻ ആലോചിച്ചത്, ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നത് എന്താണോ അതെല്ലാം ആർട്ടാണ് അവർക്ക്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം കളിപ്പാട്ടങ്ങളാണ്. അവര് ആ കളിപ്പാട്ടങ്ങളുടെ പ്രത്യേകത ശ്രദ്ധിച്ചു നോക്കും. ഇപ്പൊ ഒന്നും വേണ്ട, കുട്ടികളുടെ പാട്ടുകൾ മാത്രം എടുത്തു നോക്കൂ. ഇപ്പോ കുറേ സിനിമാ പാട്ടുകളുണ്ടല്ലോ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കുട്ടി സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ കണ്ണാന്തുമ്പിയോടാണ്. കണ്ണാന്തുമ്പിയോട് പറയാണ്, നിന്നെ കൂടാതെ എൻ്റെ ഉള്ളിൽ പൂക്കാലം പോലും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തുമ്പി, അതുപോലെ തന്നെ പ്രാവ്, പൂവ്, അതുപോലെ എന്താ പറയാ, ഓരോ നക്ഷത്രങ്ങള്, അമ്പിളിയമ്മാവൻ, ഇങ്ങനെ തുടങ്ങി കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന എല്ലാത്തിനും ഒരു പ്രത്യേകത കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെല്ലാത്തിനും സൗന്ദര്യമുണ്ട് എന്നുള്ളൊരു പ്രത്യേകത. കുട്ടികളോട് ഇടപഴകുന്ന നമ്മുടെ ഭാഷക്ക് പോലും നമ്മൾ സൗന്ദര്യം വരുത്താനൊരു ശ്രമം നടത്തുമല്ലോ. നമ്മൾ സാധാരണ കുട്ടിയോട് പേര് ചോദിക്കുമ്പോൾ, എന്താണ് നിന്റെ പേര് എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ പറയാ, പോടാ അവിടെ നിന്ന് പറയും. കാരണം അങ്ങനെയല്ലല്ലോ കുട്ടികളോട് പേര്. ആ ഭാഷ പോലും നമ്മൾ മോഡിഫൈ ചെയ്യും. എന്നിട്ടാണ് ചോദിക്കുക. എന്നിട്ട് അയാളുടെ പേര് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ വ്യത്യാസം ടോണിലൊക്കെ വരുത്തിയിട്ടാണ് കുട്ടികളോട് പോലും നമ്മൾ സംസാരിക്കുക. അപ്പൊ അതിന്റെ ഒരു സൗന്ദര്യമാണ്. ആ സൗന്ദര്യത്തെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ ഒരുപാട് പാട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരുപാട് പാട്ടുകളിൽ കുട്ടികളുടെ കഥാപാത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് വർണ്ണമുള്ള ഒന്നായിരിക്കും. എന്താ പറയാ, അതിന്റെ നിറവ് എന്ന് പറയുന്നത് വ്യത്യസ്ത നിറങ്ങളെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. അതോടൊപ്പം ഞാൻ ആലോചിച്ച മറ്റൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷത്തെ എന്താ പറയാ, സ്റ്റാർട്ടിങ്ങിൽ ഓപ്പണിംഗ് സെറിമണിയിൽ രക്ഷിതാക്കളോട് സംസാരിച്ചപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ആലോചിച്ച ഒരു സാധനമാണ്, ഈ കുട്ടികൾ
ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യണത് കളിപ്പാട്ടങ്ങളോടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളോട് ഇത്ര ഇത്ര ഇഷ്ടമുണ്ടാകുന്നത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സാധനം, നിങ്ങൾക്ക് പലതും ആലോചിക്കാം. എനിക്ക് കിട്ടിയൊരു സംഗതി, അവരെല്ലാവരും അതിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു കാരണം, അവര് ചേർത്ത് പിടിച്ചാൽ ചേർന്ന് നിൽക്കുന്ന കളിപ്പാട്ടം, അവരുന്തിയാൽ നീങ്ങുന്ന കളിപ്പാട്ടം, അവര് എറിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന കളിപ്പാട്ടം, മുഴുവൻ ആ കളിപ്പാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്കനുസരിച്ച് അത് നിൽക്കുന്നു എന്നാണ്. അവർക്കത് അനുസരിച്ച് അത് നിൽക്കാൻ കഴിയുന്നു. അപ്പൊ ഞാൻ രക്ഷിതാക്കളോട് പറയുന്നുണ്ട്, 1 മുതൽ 5 വയസ്സ് വരെ, അല്ലെങ്കിൽ നമ്മൾ കുട്ടി ജനിച്ചത് മുതൽ സ്റ്റാർട്ടിങ് മുതൽ 5 വയസ്സ് വരെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളാവാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്താണോ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യം അത് ഏറ്റവും ഭംഗിയായിട്ട് കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ആ സൗന്ദര്യത്തെ ആ സൗന്ദര്യത്തെയാണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഒന്നും വേണ്ട, മറ്റ് ഒരുപാട് വാക്കുകൾ, ഒരുപാട് പാട്ടുകളൊക്കെ നോക്കണം. ഇപ്പൊ ഏറ്റവും അവസാനം ഇറങ്ങിയ വാഴ ടു എന്ന് പറയുന്ന ഈ സിനിമയിലെ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതില് ഏറ്റവും ആളുകളെ, നമ്മളെ ഹൃദയം കീഴടക്കിയ ഒരു പാട്ട്. നമ്മൾ രണ്ട് ആളുകൾ തമ്മിൽ സംസാരിച്ചാൽ, അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിൽ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ തിരയുന്ന ഒരു സാധനം അതിലെ പാട്ട് ഏതായിരിക്കും. ഒരു സ്റ്റാറ്റസോ അല്ലെങ്കിൽ സ്റ്റോറിയോ ഒക്കെ നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ ആ പാട്ട് സെർച്ച് ചെയ്യാനൊരു ശ്രമം നടത്തും. തമ്മിൽ പിണങ്ങി പോകല്ലേ എന്ന് പറയുന്ന ആ പാട്ടിന്റെ വരികളിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കട്ടെ. ഇതിന്റെ ഒരു സൗന്ദര്യത്തെക്കുറിച്ച് കൂടിയാണ് സംസാരിക്കുന്നത്. ഞാൻ പാടുന്നത് നോക്കണ്ട, നിങ്ങൾ ആ വരികൾ ശ്രദ്ധിച്ചാൽ മതി. തമ്മിൽ പിണങ്ങിപ്പോകല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ, ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനേ പുറമേ കരയില്ലേതാണും. അതിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു BK ഹരിനാരായണൻ സാറാണ്, അദ്ദേഹമാണ് ഈ വരികൾ എഴുതിയെന്ന് തോന്നുന്നു. രസകരമായിട്ട് അദ്ദേഹം ഇത് എഴുതിയിട്ടുണ്ട്. തമ്മിൽ പിണങ്ങി പോകല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. നമ്മൾ കൂടെ പിറന്നവരായതുകൊണ്ട് തന്നെ തെറ്റിപ്പിരിഞ്ഞു പോകരുത് എന്ന ഹൃദ്യമായ ഒരു വരി, അത് നമ്മളെ സ്പർശിക്കുന്നതോടൊപ്പം അത് നമ്മൾ ഏറ്റവും സ്പർശിച്ചത് ആ വരിയേക്കാൾ ഒരു പക്ഷേ ആ ഈണത്തെ ആയിരിക്കും. പാട്ടുകളെല്ലാം നമ്മൾ ഓർത്തു വെക്കുന്നത് എപ്പോഴും ഈണത്തിന്റെ പ്രത്യേകതയിലാണ്, അല്ലെ? അപ്പൊ ആ ഈണത്തിൽ, അപ്പൊ അതിൽ അടുത്തൊരു വരി പറയുന്നത്, ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനെ പുറമേ കരയില്ലേതാണും. ആ സ്റ്റേറ്റ്മെന്റിനോട് സൈക്കോളജിക്കലി ഞാൻ വിയോജിക്കുന്നുണ്ട്. കാരണം ഒന്ന്, എന്താ പറയാ, ഹൃദയം മുറിയുന്ന ഒരു നോവ് അതിൽ വെന്ത് തുടങ്ങിയാൽ പോലും മകനെ, ആണായി പിറന്നവരാരും കരയില്ല, കരയില്ലേതാണും എന്ന് പറയുന്നുണ്ട്. ആണായി പിറന്നവർക്ക് കരയുന്ന പ്രശ്നമൊന്നുമില്ല. നമുക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ട്, ഒരു കോമഡി കാണുമ്പോൾ ചിരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ഒരു എന്താ പറയുക, ഇമോഷണൽ ആയ ഒരു സീൻ കാണുമ്പോൾ പൊട്ടിക്കരയാനും നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അതിലുണ്ട്. മാത്രമല്ല, അതാണ് അതിന്റെ ഭംഗി. ആ എക്സ്പ്രഷനാണ് ആ ഇമോഷന്റെ ഏറ്റവും അതിനേറ്റവും മനോഹരമാക്കി നിർത്തുന്നത് എന്നുകൂടി അതിലുണ്ട്. ഇദ്ദേഹത്തോട് ഞാൻ വിയോജിക്കല്ല ചെയ്യണത്, പക്ഷെ ആ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ആണായാലും പെണ്ണായാലും കരയാനുള്ളത് ഒറ്റക്കായാലും കൂട്ടായിരുന്നാലും ചേർന്ന് നിന്നിട്ടാണെങ്കിലും പൊട്ടിക്കരയിൽ തന്നെയാണ് ഒരു സ്ട്രെസ് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ സിനിമയിലൊക്കെ ചേർത്ത് ഇതിന്റെ ഫസ്റ്റ് ഹാഫ്, നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. ഈ സിനിമയുടെ പ്രൊമോഷൻ ഒന്നല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കണ്ടു എത്തിയപ്പോൾ ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു. കാരണം തല്ലുമാല എന്ന് പറയുന്ന ഒരു സിനിമ ഇതിനു മുമ്പ് ഇറങ്ങിയ സമയത്ത് സ്കൂളുകളിലൊക്കെ ഭയങ്കരമായ തല്ലും പരിപാടികളൊക്കെ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോ മരുന്നുകളും ഈ കൂട്ടത്തല്ലും വീണ്ടും ട്രെൻഡ് ആകുമോ എന്നുള്ളൊരു ഭയപ്പാട് ആ സിനിമയുടെ ആദ്യഘട്ടം കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇമോഷണലി ആ സിനിമ നമ്മളെ പിടിച്ചിരുത്തി, ആളുകളെ വല്ലാതെ പിടിച്ചിരുത്തി. ഇപ്പൊ ഇറങ്ങിയ മറ്റു സിനിമകളെക്കാളൊക്കെ ഇതിന് കളക്ഷൻ കൂടാനുണ്ടായ ഒരു കാരണം ആളുകളുടെ ഇമോഷണലെ അത് ഹുക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇമോഷണലി ഇതിനെ ഹുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൗന്ദര്യമാണ്, ഈ സാധനത്തെ അവതരിപ്പിച്ചതിന്റെ സൗന്ദര്യമാണ്.
ഈ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറയുന്നത്. ആർട്ട് എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സംസാരങ്ങളിലൊക്കെ ഒരു കലയെ ചേർത്ത് വെക്കാൻ ശ്രമിച്ചാൽ, ഒരു സൗന്ദര്യത്തെ ചേർത്ത് വെക്കാൻ ശ്രമിച്ചാൽ, ഇതിനെയാണ് യഥാർത്ഥത്തിൽ ആർട്ട് എന്ന് പറയുന്നത്. ആളുകൾക്കിടയിൽ നമ്മൾ മനസ്സിൽ കയറി നിൽക്കുക എന്ന് പറയണ്ടല്ലോ. നമ്മൾ മനസ്സിൽ കയറി നിൽക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകളെ ആളുകൾ നമ്മളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകൾ നമ്മളെ ഉൾക്കൊള്ളുക, നമ്മളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് മിക്കവാറും നമ്മുടെ പെരുമാറ്റം കൊണ്ടായിരിക്കും. ആളുകൾക്ക് ദേഷ്യം ഉണ്ടാകുന്നതും അങ്ങനെ തന്നെയാണ്, ആളുകൾക്ക് വെറുപ്പുണ്ടാകണോ മടുപ്പുണ്ടാകണോ ഒക്കെ അങ്ങനെ തന്നെ. നമുക്കൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാവാം, ചിലപ്പോൾ ദേഷ്യമുള്ള ആളുകൾ ഉണ്ടാവാം, നമ്മളോട് ഇപ്പോഴും പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷേ അവിടെയൊക്കെ നമുക്ക് സൗന്ദര്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്, നമുക്കെപ്പോഴാണ് സമാധാനത്തോട് കിടന്നുറങ്ങാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളോട് എനിക്ക് യാതൊരുവിധ ശത്രുതയുമില്ല. എൻ്റെ അടുത്ത് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്കത് തുറന്നു പറയാം. എനിക്കങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അയാളോട് ഒരു ശത്രുതയുമില്ലാതെ നമ്മൾ ഉറങ്ങുന്ന ഒരു സമയം, ആ സമയമായിരിക്കും അതിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷം. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇടപെടലുകളുടെ ആർട്ട് കയറി നിൽക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആളുകൾക്കിടയിൽ മനുഷ്യൻ എപ്പോഴും സൗന്ദര്യം ഉണ്ടാകുന്നത് നമ്മുടെ ബാഹ്യപരമായ ബ്യൂട്ടിയിലോ ഇതിന്റെ സൗന്ദര്യത്തിലോ അല്ല. അതിലൊരു പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് നിലനിർത്തുന്നതിന് സമയമുണ്ട്. അന്നൊന്ന് വിയർത്താലോ ഒന്ന് മുഖം കഴുകിയാലോ ആ പൗഡർ പോകും. ഒരു ലിപ് ബാം തേച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഭക്ഷണത്തോടു കൂടി ചിലപ്പോൾ അത് മാഞ്ഞു പോകും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമുക്കൊരു ഇന്നർ ബ്യൂട്ടി ഉണ്ട്, നമ്മുടെ മനസ്സിന്റെ ഒരു സൗന്ദര്യമുണ്ട്. ഈ സൗന്ദര്യത്തെ നമുക്ക് നിലനിർത്താൻ കഴിയും, ഇതിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇതിനെ ഏറ്റവും മനോഹരമായ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതിനെയാണ് യഥാർത്ഥത്തിൽ ആർട്ട് എന്ന് പറയുന്നത്. കല എന്ന് പറയുമ്പോൾ കേവലം അവതരണങ്ങളല്ല, അതിനപ്പുറത്ത് കല എന്ന് പറയുന്നത് ഇടപെടലുകളുടെ ഒരു സർഗപരതയെ കൂടി നമുക്ക് കല എന്ന് വിളിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പൂന്താനത്തിന്റെ വരികളുണ്ടല്ലോ: കൂടിയല്ല പിറക്കുന്ന നേരത്തും, കൂടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. കൂടിയല്ല പിറക്കുന്ന നേരത്തും, കൂടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. ഒരുമിച്ചല്ല നമ്മൾ ആരും പിറക്കുന്നത്, ഒരുമിച്ചല്ല മരിച്ചു പോകുന്നതും. എങ്കിൽ വളരെ കുറഞ്ഞ കാലയളവിൽ നമ്മളിവിടെ ജീവിക്കുന്ന സമയത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. നമ്മൾ എന്തിനാണ്, ആരോടാണ് മത്സരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ജീവിതത്തിൽ മനുഷ്യൻ എവിടെയെങ്കിലും തോറ്റുപോകുന്നുണ്ട്, ഏതെങ്കിലും മത്സരത്തിൽ ജീവിതത്തിൽ മനുഷ്യൻ തോറ്റുപോകുന്നുണ്ട് എങ്കിൽ അത് ഇൻ ഫ്രണ്ട് ഓഫ് ലവ്. സ്നേഹത്തിന് മുമ്പിൽ മാത്രമേ ഒരാൾക്ക് തോൽക്കാൻ കഴിയുള്ളൂ, മറ്റേതിനെയും നമുക്ക് ജയിക്കാൻ പറ്റും. സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ എന്താ പറയാ, മറ്റു സംഗതികളൊന്നും ഉപാധികളൊന്നും ഇല്ലാതെ തോറ്റുപോകും. അത് നമുക്ക് ഒരുപാട് അടയാളങ്ങളും ഒരുപാട് എന്താ പറയാ പരിചയമുള്ള അനുഭവങ്ങളും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ സ്വന്തം അമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ തോറ്റുപോകുന്ന, ആശ്വാസം എന്ന് പറയുന്ന കൽപ്പറ്റ നാരായണ മാഷുടെ കവിത ഉണ്ടല്ലോ, ആ കവിത തുടങ്ങുന്ന വരികൾ തന്നെ: അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി, അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴ പഷ്ണി കിടക്കാം. കാരണം അത്താഴ പഷ്ണി കിടക്കാനുണ്ടായിരുന്ന ഏക തടസ്സം അമ്മയുടെ സ്നേഹമായിരുന്നു. അമ്മ ചോദിക്കുന്നത് പോലെ ഇനി ആരും എന്നോട് ചോദിക്കൂലല്ലോ, ഈ അത്താഴം കഴിച്ചിട്ടാണോ കിടന്നത് എന്ന് അമ്മ ചോദിക്കുന്നത് പോലെ മറ്റാരും എന്നോട് ചോദിക്കാൻ വരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ എത്തിയാൽ മാത്രം അണയുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. എത്ര എത്ര മനോഹരമായിട്ടാണ് കവി അമ്മ മരണപ്പെട്ടു എന്ന് പറയുന്ന ആലോചിച്ചു. ഞാൻ എത്തിയാൽ മാത്രം അണയുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. അമ്മയില്ലാത്ത ഒരാളാണ്, അമ്മ മരണപ്പെട്ടു പോയ ഒരാളാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ അയാൾ കരഞ്ഞു പണ്ടാറടങ്ങി പോകും. കാരണം അമ്മ ഇല്ലെങ്കിൽ ഇത്രമേൽ ശൂന്യത നമുക്കുണ്ടോ? കാരണം അമ്മ നമ്മുടെ ജീവിതത്തിൽ ഒരു സൗന്ദര്യം കൂടിയായിരുന്നു, അമ്മ നമ്മുടെ ജീവിതത്തിൽ ഒരു ആർട്ടാണ്. അപ്പം നമുക്ക് ആർട്ടിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്, ആർട്ട് ഈസ് ഈക്വൽ ടു ബ്യൂട്ടി. സൗന്ദര്യമുള്ള എല്ലാറ്റിനെയും നമുക്ക് കല എന്ന് പറയാം. നമുക്ക് നമ്മുടെ വർത്തമാനങ്ങളിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ഇടപെടലുകളിലൊക്കെ സൗന്ദര്യത്തെ ഉൾച്ചേർത്ത് വെക്കാൻ പറ്റും. ഈ സൗന്ദര്യത്തെയാണ് ആളുകൾ ഓർത്തു വെക്കുന്നത്. എപ്പോഴും നമ്മൾ ഒരാൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ എപ്പോഴും നമ്മളെ ഓർത്തു വെക്കുന്നത് നമ്മുടെ സമീപനത്തെ ആയിരിക്കും. നമ്മുടെ മുഖത്തെ ഓർത്തു വെക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മുടെ ഒരു പിക്ചർ അയച്ചു കൊടുത്താൽ മതി, അതല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു പോസ്റ്റർ അയച്ചു കൊടുത്താൽ മതി, ആ മുഖം ഓർത്തു വെക്കാൻ അത് ഒരാൾക്ക് സാധിക്കും. പക്ഷെ ഒരാൾ പരിചയപ്പെട്ടാൽ, ഒരാൾ
പരസ്പരം അറിഞ്ഞാൽ അയാൾ മറക്കാതിരിക്കാൻ നമ്മുടെ സമീപനം മാത്രമായിരിക്കും അവിടെ എപ്പോഴും കാലാകാലങ്ങളിൽ ഓർത്ത് വെക്കുക. ചില സൗഹൃദങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് കാലം ബന്ധം ഉണ്ടാവില്ല, പക്ഷെ പെട്ടെന്ന് അയാളെ കണ്ടുമുട്ടി, അല്ലെങ്കിൽ പെട്ടെന്നൊരു കോള് വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു മെസ്സേജ് വന്നു, അതിനുശേഷം അയാളുടെ സംസാരങ്ങൾ അന്ന് എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ മുതൽ തുടങ്ങാൻ പറ്റുന്ന ചില ആളുകളുണ്ട്. അവർ തരുന്നൊരു എനർജിയാണ്. ആ എനർജിയിൽ അത് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാത്ത രൂപത്തിൽ അവർക്ക് സംസാരിക്കാൻ പറ്റും. അത് അയാളുടെ സൗന്ദര്യം, അത് സമീപനത്തിന്റെ ഒരു ആർട്ടാണ്. അപ്പോൾ ഏത് സംഗതികൾക്കും വേണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഭഗവത്ഗീത വായിക്കുകയാണെങ്കിലും, എന്താ പറയുക, നമ്മൾ ഖുർആൻ വായിക്കുകയാണെങ്കിലും, ഒരു പുസ്തകത്തെ വായിക്കുകയാണെങ്കിലും, കലാകാരന്മാരൊക്കെ ഈ കല ഉണ്ടാക്കുന്ന ഒരു ആർട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന ആംഗിളിലൂടെ അല്ലാതെ മറ്റൊരു ആംഗിളിലൂടെ ഒരു സാധനത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുമ്പോഴാണ് അത് വൈവിധ്യമുള്ള ഒരു സാധനമായിട്ട് മാറുന്നത്. കാക്ക പാറി വന്നു, പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി എന്ന് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയാണ്. നമ്മൾ കാക്കയും പാറയെയും സ്ഥിരം കാണുന്നു, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു വന്നിട്ട് അങ്ങനെ ഒരു സാധനം ഉരുത്തിരിഞ്ഞ് വരുന്നില്ല. അത് വരുത്താൻ കഴിയുന്ന ആംഗിളിലൂടെ കുഞ്ഞുണ്ണി മാഷ് അതിനെ നോക്കി കണ്ടപ്പോൾ അത് കേവലം കവിതയല്ലാതെയായി മറ്റൊരു സാധനമായിട്ട് മാറുന്നു എന്നാണ്. അവിടെയാണ് കാക്ക പാറി വന്നു, പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി എന്നുള്ളത് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ജീവിതത്തിൽ പകർന്നു നൽകാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പൊ PK ഗോപിയുടെ ഒരു വരിയുണ്ട്: ജീവന്റെ പൂനില പൊയ്കയിൽ നിന്നൊരു സ്നേഹതലം ഞാനിറുത്തു, വേദനത്തിങ്ങും മനസ്സിനു സാദരം സാന്ത്വനമായി കൊടുത്തു. ജീവന്റെ പൂനില പൊയ്കയിൽ നിന്നൊരു സ്നേഹതലം ഞാനിറുത്തു, വേദനത്തിങ്ങും മനസ്സിനു സാദരം സാന്ത്വനമായി കൊടുത്തു. നമുക്ക് ജീവിതത്തിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന, എത്ര വേദനിക്കുന്ന മനസ്സുകൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ സംഗതിയാണ് സ്നേഹം. ആ സ്നേഹത്തെ ഏറ്റവും രസകരമായി, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആളുകളുടെ മനസ്സിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തി പോകാം എന്നാണ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നമ്മൾ ചിലപ്പോൾ ആദ്യം കേട്ടിട്ടുണ്ടാവുന്ന വാർത്ത പ്രിയപ്പെട്ട നമ്മുടെ നടൻ സലീം കുമാർ മരണപ്പെട്ടു എന്നാണ്. സലീം കുമാറിനെ സംബന്ധിച്ചിടത്തോളം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹത്തെ ഓർക്കാതെ വയ്യ. കാരണം ഒരാളെ കരയിപ്പിക്കാൻ ചിലപ്പോൾ ഇമോഷണലി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മതിയാവും. അതല്ലെങ്കിൽ ഒരു സാഡ് സീൻ ഇങ്ങനെ സൈലന്റ് ആയി മൂവ് ചെയ്താൽ തന്നെ ഒരാളെ നമുക്ക് ഇമോഷണലി ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരാളെ ചിരിപ്പിക്കുക എന്നത് കൃത്യമായ സർഗാത്മകമായ പണിയാണ്. കാരണം ഒരാളെ ചിരിപ്പിക്കാൻ എളുപ്പമല്ല ഒരിക്കലും. കാരണം ചിരിപ്പിക്കുന്ന ഒരു കോമഡി അത് എന്താ പറയാ, ചെറുതായി കഴിഞ്ഞാൽ അതിന് തള്ള് എന്ന്, അല്ലെങ്കിൽ ചീറ്റിപ്പോയത്, ചളി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് സൈഡാക്കി മാറ്റി നിർത്തും. പക്ഷേ ഒരാളെ കുടുകുടാ ചിരിപ്പിക്കുന്ന രൂപത്തിൽ ഒരാൾക്ക് കോമഡി പറയാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് അയാളുടെ സ്കില്ലാണ്. അങ്ങനെ തൻ്റെ സ്കില്ലിൽ അടയാളപ്പെടുത്തിയ വലിയൊരു നടനായിരുന്നു നമ്മുടെ സലീം കുമാർ. അദ്ദേഹത്തിന് ഇനിയും അയാളുടെ ബാക്കിയുള്ള ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാത്രമല്ല, അയാൾ മരിച്ചുപോയി. അയാളെ ഏറ്റവും നന്നായി, അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് നല്ല കഥാപാത്രങ്ങളും അയാളുടെ നിലപാടുകളും ഒക്കെ ഈ സമയം ഞാൻ സ്മരിക്കാൻ കൂടി ഉപയോഗപ്പെടുത്തുകയാണ്. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ അവസരം നൽകിയ ഫെമിനത്താക്കും, അതുപോലെ എന്നെ ഇത്രയും സമയം സഹിച്ച് ശ്രവിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ആളുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി. താങ്ക് യു അമിൻ സാർ. ജംഷീറാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. യാത്രയിലാണല്ലേ? അതെ സാർ, അതെ. കലയും സാഹിത്യവും നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ ഉണർത്തുമെന്ന് പറയാറുണ്ട്. പ്രശസ്ത റഷ്യൻ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞൊരു വരിയുണ്ട്: കല എന്നത് ഒരു കരകൗശല വിദ്യയല്ല, അത് കലാകാരൻ അനുഭവിച്ച വികാരത്തിന്റെ പ്രസരണമാണ്. ഒരു നല്ല നാടകം കണ്ട് തിരശീല വീഴുമ്പോഴും മനോഹരമായ ഒരു കവിത വായിച്ചു തീരുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു വലിയ അനുഭൂതി ബാക്കിയാവാറുണ്ട്. ഇന്ന് ആർട്ട് ഓഫ് ഇന്റർവെൻഷൻ എന്ന വിഷയത്തിൽ അമീൻ സാർ എടുത്ത ക്ലാസ്സും അതുപോലൊരു അനുഭവമാണ് സമ്മാനിച്ചത്. വെറുമൊരു ക്ലാസ്സിനപ്പുറം സർഗാത്മകതയുടെ ഒരു പുതിയ ലോകം തന്നെ അദ്ദേഹം നമ്മുടെ മുന്നിൽ തുറന്നു തന്നു. സർ, അങ്ങയുടെ വാക്കുകളിൽ ഒരു കവിയുടെ ആർദ്രതയും
അവതരണത്തിൽ ഒരു മികച്ച നടന്റെയോ സംവിധായകന്റെയോ കൈയടക്കവും ഉണ്ടായിരുന്നു. കേവലം സിദ്ധാന്തങ്ങൾക്കപ്പുറം ഇടപെടലുകളിൽ എങ്ങനെ സർഗപരത കൊണ്ടുവരാമെന്ന് അത്രമേൽ ഹൃദ്യമായി നമുക്ക് കാട്ടിത്തന്നു. ഞങ്ങളുടെ ചിന്തകൾക്ക് പുതിയ നിറങ്ങൾ നൽകിയതിന്, ഈ പ്രഭാതത്തെ കൂടുതൽ താളാത്മകമാക്കിയതിന് ഈ നന്ദിയും അറിയിക്കട്ടെ. അതുപോലെ തന്നെ കൂട്ടുകാരെ, കവി ഒലിവൻ ഉള്ളിലെ മികച്ച ചിന്തകൾ പുറത്തെടുത്ത പങ്കാളിത്തത്തോടെയും കാതോർത്ത നിങ്ങളാണ് ഈ ക്ലാസ്സിനെ ഇത്രയും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു ഓൾ.